വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന അണ്ടർസ്റ്റാൻഡിങ് ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് ഇൻ ഫാർമക്കോളജി. സോ ഈ ഡോസും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങൾക്ക് 500 mg ഗുളിക കഴിച്ചാൽ മാത്രമേ പനി കുറയുള്ളെങ്കിൽ പകരം 10 mg നിങ്ങൾക്ക് കുറയോ? ഇല്ലായിരിക്കും അല്ലേ? അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവില്ലോ. ആ കാരണത്തിനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ഡോസ് റിലേഷൻഷിപ്പ് ഇൻ ഫാർമക്കോളജി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഡോസ്? ദ എമൗണ്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഡ് ടു എ പേഷ്യൻറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് എത്ര എമൗണ്ട് മരുന്ന് കൊടുത്താൽ അല്ലെങ്കിൽ എത്ര മരുന്ന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഡോസ് എന്ന് പറയാം. രണ്ട് റെസ്പോൺസ്, നമ്മൾ ഈ കൊടുത്ത മരുന്നില്ലേ അല്ലെങ്കിൽ കൊടുത്ത കെമിക്കൽ മോളിക്യൂളല്ലേ, അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്ഷൻ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ കൊടുത്താൽ പനി കുറയുന്നു, അത് റെസ്പോൺസ്. ഇനി ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ, സോൾഡി റിസപ്റ്റർ എന്നറിയാം, ഡ്രഗ് എന്നറിയാം. ഇത് തമ്മിലുള്ള റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യില്ലേ, ഫോം ചെയ്തുകൊണ്ട് നമുക്ക് റെസ്പോൺസ് കുറയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറയുക? ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ. അപ്പോൾ അതും അറിയാമല്ലോ. അപ്പം ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചല്ലേ. അപ്പോൾ അതായത് ബേസിക്കലി എന്താ ഡോസ് നമുക്കറിയാം, എന്താ റെസ്പോൺസ് എന്നറിയാം, എന്താണ് ഡ്രഗ് റെസ്പോൺസ് ഇൻട്രാക്ഷൻ എന്നും അറിയാം. കണ്ടോ, നമ്മൾ ആ ഒരു ഓർഡറിൽ പഠിച്ച് വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്. ഒരു ഡോസ് റെസ്പോൺസ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ദ ഫസ്റ്റ് വൺ ഈസ് ഡോസ് പ്ലാസ്മ കോൺസെൻട്രേഷൻ റിലേഷൻഷിപ്പ്. അതായത് നിങ്ങൾ ഓർത്തോളൂ, ഇവിടെ മുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിൽ, കാര്യം നമ്മളെ ഡ്രഗിന് എപ്പോഴും പ്ലാസ്മയോടൊരു അഫിനിറ്റി ഉണ്ടാകും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ബ്ലഡിൽ പ്ലാസ്മയിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് എത്രത്തോളം മരുന്ന് എത്ര നേരം നിൽക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമ്മളെ ബോഡിക്ക് ആ ഡ്രഗിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക, അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസും കിട്ടുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഒരു പാത്രത്തിൽ 2-3 ഹോൾ ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം അവിടെ സ്റ്റേബിളായിട്ട് പോകാതെ അത്രയും നിറഞ്ഞു തന്നെ നിൽക്കാനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഒരു ബേസിക്കലി ഡോസ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ. ദ കമ്പൗണ്ട് ഡിസ്ക്രൈബ് ഹൗ ദ അഡ്മിനിസ്ട്രേഡ് ഡ്രഗ് ഓഫ് എ ഡ്രഗ് റിലേറ്റീവ് ഇൻ ദ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ് പ്ലാസ്മ. കണ്ടോ, ബ്ലഡ് പ്ലാസ്മയിൽ എത്രത്തോളം മരുന്നിൻ്റെ അളവുണ്ട് എന്ന് തീരുമാനിക്കുന്ന കാര്യം. രണ്ട്, പ്ലാസ്മ കോൺസെൻട്രേഷൻ റെസ്പോൺസ് റിലേഷൻഷിപ്പ്. അതായത് പ്ലാസ്മയിൽ എത്രത്തോളം ഡ്രഗ് ഉണ്ട്, ആ ഡ്രഗ് വെച്ചിട്ട് എത്രത്തോളം നമുക്ക് റെസ്പോൺസ് കിട്ടി എന്നുള്ളത്. ഇനി ഡോസ് റെസ്പോൺസ് കർവ്, നമ്മൾ ബേസിക്കലി ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് നമ്മൾ ഡോസും ഡ്രഗിൻ്റെയും കർവ് കാണിക്കുന്നത്. സോ ബേസിക്കലി ഇത് റെസ്പോൺസ്, ഇത് ഡോസാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡോസ് ആണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഡോസ് കൂടുന്തോറും റെസ്പോൺസും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഡോസ് കൂടുന്നതനുസരിച്ച് പ്ലാസ്മയിൽ അളവ് കൂടുന്നു, ദാറ്റ് മീൻസ് റെസ്പോൺസ് കൂടുന്നു. ചിലത് പ്ലാസ്മയിൽ ഡ്രഗ് നിൽക്കില്ല, പെട്ടെന്ന് പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ സംഭവിക്കും, നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡോസ് റെസ്പോൺസ് കർവ്. സോ ഈ ഡോസ് റെസ്പോൺസ് കർവിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഡോസ് റെസ്പോൺസ് കർവ്, അതിനിപ്പോൾ ഈ ഡോസ് റെസ്പോൺസ് കർവ് വരച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്നല്ല. സോ ഡിസൈഡിങ് ഡ്രഗ് ഡോസ്. ഡോസ് റെസ്പോൺസ് കർവ് ഹെൽപ്പ് ഡിറ്റർമൈൻ ദ അപ്രോപ്രിയറ്റ് ഡോസേജ് ഓഫ് എ ഡ്രഗ് ഫോർ തെറാപ്യൂട്ടിക് യൂസ്. ഒരാൾക്ക് ഏത് മരുന്ന് എത്ര കൊടുക്കണം എന്ന്, ഏത് മരുന്ന് എന്നല്ല, എത്ര എമൗണ്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ എത്രത്തോളമാണ് അയാൾക്ക് മരുന്ന് കൊടുത്താൽ അയാളുടെ ഡോസ് അല്ലെങ്കിൽ ആ ഡോസ് എത്ര കൊടുത്താൽ റെസ്പോൺസ് കാണിക്കുമെന്ന് അറിയണമെങ്കിൽ ഈ ഡോസ് റെസ്പോൺസ് കർവ് അത്യാവശ്യമാണ്. ഇനി കമ്പയറിങ് എഫക്റ്റാണ്. ഈ ഡോസ് റെസ്പോൺസ് കർവ് ഉണ്ടെങ്കിൽ പല ആൾക്കാരിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിലും എത്രത്തോളം റെസ്പോൺസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇൻറ്റൻസിറ്റി, ബേസിക്കലി അറിയാലോ, റെസ്പോൺസിൻ്റെ കൂടുന്നതനുസരിച്ച് നമുക്ക് എത്രത്തോളം ഡോസ് വേണ്ടി വരും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ഈസ് ലോഗ് ഡോസ് റെസ്പോൺസ് കർവ്. സോ നമ്മുടെ ഡോസ് റെസ്പോൺസ് കർവ് പോലെ തന്നെയാണ്. സോ അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ലോഗ് ഡോസ് എന്ന് പറയും. സോ ലോഗ് ഡോസ് റെസ്പോൺസ് കർവ് അലോ എ വൈഡ് റേഞ്ച് ഓഫ് ഡ്രഗ് ഡോസ് ടു ബി ഡിസ്പ്ലേഡ് ഓൺ എ സിംഗിൾ ഗ്രാഫ്. അതായത് ഒരൊറ്റ ഗ്രാഫിൽ തന്നെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ റേഞ്ച് ഓഫ് ഡ്രഗുകൾ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരസെറ്റമോൾ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ് ഉണ്ട് അല്ലേ. ഡോള ഉണ്ട്, കാൽപോൾ ഉണ്ട്. അപ്പോൾ ഡോളയുടെ ഒരെണ്ണം കാണിക്കാം, കാൽപോളിൻ്റെ ഒരെണ്ണം കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് ഡ്രഗ്സുകൾ, അതൊന്നും തന്നെ ആകണമെന്നില്ല, ഡിഫറെൻറ്റും ആകാം, കാണിക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്ടോ കാൽപോൾ ഭയങ്കര കൂടുതലാണ്,
പക്ഷേ ഡോളയ്ക്ക് കുറവാണ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ മാത്തമെറ്റിക്കൽ ബേസിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, എത്രത്തോളം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ലോ ഓഫ് മാസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ടൈപ്പ് ഓഫ് ഡോസ് കർവ് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിട്ട് പിന്നെയും തിരിക്കുന്നുണ്ട്. ഡോസ് റെസ്പോൺസ് കർവ് കേട്ടോ, ഗ്രേഡഡ് ഡോസ് റെസ്പോൺസ് കർവും ഉണ്ട്, ക്വൻറ്റൽ ഡോസ് റെസ്പോൺസ് കർവും ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ലാബിൽ പഠിക്കും, ലാബിലൊക്കെ നിങ്ങൾ ചെയ്യൂ കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രേഡഡ് ഡോസ് റെസ്പോൺസ് കർവ്. ദീസ് കർവ് ആർ യൂസ്ഡ് ഫോർ റെസ്പോൺസ് മെഷർ ഓൺ എ കണ്ടിന്യൂസ് സ്കെയിൽ സച്ച് എസ് ഹാർട്ട് റേറ്റ്. ഒരു ഹാർട്ട് റേറ്റ് നമ്മൾ നോക്കിയില്ലേ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് മെഷർമെൻ്റ് ആയിരിക്കും. ദേ ഷോ ഹൗ ദ ഇൻറ്റൻസിറ്റി ഓഫ് എ റെസ്പോൺസ് റിലേറ്റ് ടു ദ സൈസ് ഓഫ് ദി ഡോസ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ 10 mg കൊടുത്തപ്പോൾ ഹാർട്ട് ഒരു പ്രാവശ്യം ഇടിച്ചു, 20 mg കൊടുത്തപ്പോൾ 2 അടി അടിച്ചു. അതുപോലെ നമ്മൾ എത്രത്തോളം ഡോസ് കൊടുക്കുന്നു അതനുസരിച്ച് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നറിയിക്കുന്ന രീതി. നെക്സ്റ്റ് വൺ ഇസ് ക്വാണ്ടൽ റെസ്പോൺസ് കർവ് ആണ്. ദീസ് കർവ് ആർ യൂസ്ഡ് ഓഫ് എ ഡ്രഗ് ദാറ്റ് എലിസ്റ്റ് ഓൾ ഓർ നോൺ റെസ്പോൺസ് സച്ച് as presence or absence of epileptic seizure. They indicate where a given dose has or no evoke a certain effect in various subjects. അതായത് 10 mg കൊടുത്തു, ഹാർട്ട് അടിച്ചിട്ടില്ല, 2 mg കൊടുത്തു, ഹാർട്ട് അടിച്ചു, 3 mg കൊടുത്തു, ഹാർട്ട് അടിച്ചില്ല. ഇതേപോലെ ഒന്നെങ്കിൽ ആക്റ്റീവ് ആകാം അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആകാം. അത് പ്രസൻസോ ആബ്സെൻസോ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, അത് എലിസിറ്റ് ഓൾ ഓർ നോൺ റെസ്പോൺസ് ആണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ക്വാണ്ടൽ ഡോസ് റെസ്പോൺസ് കർവ്. സോ ഡ്രഗ് പൊട്ടൻസി ആൻഡ് എഫക്റ്റ്. എന്താ പൊട്ടൻസി? അതായത് നമുക്ക് എഫക്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം മരുന്ന് നമുക്ക് ആവശ്യമാണ്, എത്രത്തോളം ഡോസ് നമുക്ക് ആവശ്യമാണ് എന്ന് തീരുമാനിക്കുന്നതിനാണ് നമ്മൾ പൊട്ടൻസി എന്ന് പറയാം. വൈവക്കൊക്കെ ചോദിക്കും കേട്ടോ, എന്താ എഫിക്കസി? അതായത് ഒരു ഡ്രഗിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഡ്രഗ് കൊടുത്തു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം അല്ലേ. അപ്പോൾ റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്ത് എത്രത്തോളം നമുക്ക് ആക്ഷൻ തരുന്നു, അല്ലെങ്കിൽ അതിന് എത്രത്തോളം എബിലിറ്റി ഉണ്ട് നമുക്ക് ആ ഒരു ആക്ഷൻ തരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ മോർഫിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മോർഫിനും ഉണ്ട് ആസ്പിരിനും ഉണ്ട്. മോർഫിൻ ഭയങ്കര സ്ട്രോങ്ങാണ്, മോർഫിൻ കഞ്ചാവ് അടിച്ച പോലെ. ആസ്പിരിൻ ആണെങ്കിലും അല്ലെങ്കിൽ പാരസ്റ്റമോൾ കൊടുത്തു, പാരസ്റ്റമോൾ ആയിരിക്കും മോർഫിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക, മോർഫിൻ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അതിന് അത്രയും എഫിക്കസി ഉണ്ട്. പിന്നെ കമ്പാരിസൺ, സോ ബേസിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. സോ നമുക്ക് ഈ കർവൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വൺ ഇസ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് LD50 മീഡിയൻ ലീതൽ ഡോസ് ടു ED50 മീഡിയൻ എഫക്റ്റീവ് ഡോസ്. സോ അതായത് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര റേഷ്യോയിലാണ് LD50, അതായത് ഒരു മരണം സംഭവിക്കാൻ എടുക്കുന്ന ഡോസ്, അത് നമ്മൾ LD50 എന്ന് പറയാം. ആൻഡ് മീഡിയൻ എഫക്റ്റീവ് ഡോസ്, സോ ഒരു മീഡിയൻ ആയിട്ടുള്ള എഫക്റ്റീവ് ഡോസിനെ ED50 എന്ന് പറയും. സോ ബേസിക്കലി തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഇസ് ദ റേഷ്യോ ഓഫ് LD50 ടു ED50. ലീതൽ ഡോസിൽ നിന്ന് മീഡിയൻ എഫക്റ്റീവ് ഡോസ് എത്രയാണ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയാം. സോ സേഫ്റ്റി മെഷർ, ഇറ്റ് കമ്പയർ ദ എമൗണ്ട് ഓഫ് എ ഡ്രഗ് റിക്വയർഡ് ഫോർ തെറാപ്യൂട്ടിക് എഫക്ട് ടു എമൗണ്ട് ദാറ്റ് ഇസ് ലീതൽ, ഇൻഡിക്കേറ്റിംഗ് ഡ്രഗ് സേഫ്റ്റി മാർജിൻ. അതായത് ഒരു ഡ്രഗ് ഒരാൾക്ക് കൊടുത്താൽ എത്രത്തോളം ലീതലാവുന്നു അല്ലെങ്കിൽ അപകടകാരിയാക്കുന്നു, അത് മാത്രമല്ല എത്രത്തോളമാണ് സേഫ്റ്റി മാർജിൻ ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ 500 mg പാരസ്റ്റമോൾ എത്ര വരെ കൊടുക്കാം, എത്ര വരെ കൊടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു ഡിസ്റ്റിങ്ക്യൂഷനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ, ഡിഫറൻസിൽ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുക. സോ ഇൻ്റർപ്രിട്ടേഷൻ, a high therapeutic index is preferable as it indicates a great margin of safety between therapeutic and toxic dose. കണ്ടോ, ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക. സോ ലോ തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രിഫർ ചെയ്യില്ല. കാരണം ലോ തെറാപ്യൂട്ടിക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പേഷ്യൻ്റ് അപ്പം തന്നെ ഠിം. സോ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് എ ഡ്രഗ്. സോ ചില സമയത്ത് ഡ്രഗുകൾ കമ്പൈൻഡ് എഫക്റ്റ് കാണിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സൈനർജിസം. വെൻ ദ ആക്ഷൻ ഓഫ് വൺ ഡ്രഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഓർ ഇൻക്രീസ് ബൈ അനദർ. അതായത് നമ്മൾ 2 ഡ്രഗ് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗിൻ്റെ ആക്ഷനെ കൂട്ടാം, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനെ വേണ്ടി കൂട്ടാൻ വേണ്ടി സഹായിക്കാം. അതായത് ക്യാൻ ബി അഡിക്റ്റീവ് ഓർ സൂപ്പർ അഡിക്റ്റീവ്. അത് അഡിക്റ്റീവ് ആവാം അല്ലെങ്കിൽ സൂപ്പർ അഡിക്റ്റീവ് ആവാം. ഇപ്പോൾ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഗോസിപ്പ് കൂട്ടുന്നു, അത് തന്നെ. ഇനി ആൻറ്റഗോണിസം, വെൻ വൺ ഡ്രഗ് ഡിക്രീസ് ഓർ അബോളിഷ് ദ ആക്ഷൻ ഓഫ് അനദർ. ഒരു ഡ്രഗ് വരുന്നു, മറ്റൊരു ഡ്രഗിൻ്റെ ആക്ഷനെ കുറയ്ക്കുന്നു, അബോളിഷ് ചെയ്യുന്നു, അതിന് നമ്മൾ ആൻറ്റഗോണിസം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരസെറ്റമോൾ ആസ്പിരിൻ കോമ്പിനേഷൻ സൈനർജിസമാണ്. ഇപ്പോൾ നമ്മൾ ഫാർമസിയിലേക്ക് പോവുകയാണെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര പെയിൻ സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുക്കാറുണ്ട്. ആൻറ്റഗോണിസം ആണെങ്കിൽ ഗ്ലൂക്കോൺ ആൻഡ് ഇൻസുലിൻ ഓൺ ബ്ലഡ് ഷുഗർ ലെവൽ. ഓക്കെ, സോ എക്സാമ്പിൾസ് നോക്കി വെച്ചാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്രഗ് ആക്ഷൻ. എന്തൊക്കെയായിരിക്കാം?
ബോഡി സൈസ്, ഏജ്, സെക്സ്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ ഏത് വഴി കൊടുക്കുന്നു, നമ്മൾ ഓറലി ആണോ ഇഞ്ചക്ഷൻ ആണോ, പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഡിസീസ് സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ആൾ പോലെ ആയിരിക്കില്ല HIV ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ HIV ഉള്ള ആൾക്കാർക്ക് പോലെ ആയിരിക്കില്ല BP ഉള്ള ആൾക്കാർക്ക്. പിന്നെ മറ്റുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ സൈനർജിസം, ആൻറ്റഗോണിസം ഒക്കെ ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് വരിക്കൊരു കൊടുത്തിട്ട് നമ്മളെ എക്സ്പ്ലെയിൻഡ് ആണ്, റെഫറൻസ് നോക്കിയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്താ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? എനി നോസിസ് സ്റ്റേജ് suspected to be due to a drug occur at a dose normally used in human, require treatment or dose reduction or inducing caution in future use. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഞാൻ 500 mg പാരസെറ്റമോൾ ഗുളിക തന്നു. അപ്പോൾ നമുക്കറിയാം 500 mg കൊടുത്താൽ എന്താ ചെയ്യുക, പനിയാണ് കുറയുക എന്നുള്ളത്. പക്ഷേ പനി കുറയുന്നതിന് പകരം നിങ്ങളുടെ കണ്ണടിച്ചു പോവുകയാണ്. അതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇനി എത്രയും പെട്ടെന്ന് ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഫർദർലി ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എന്താണോ ചെയ്യേണ്ടത്, ബേസിക്കലി ADR കൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. അതായത് ഏതെങ്കിലും ഒരു നോസിസ് ചേഞ്ച് വരിക. സോ ബേസിക്കലി ഒരു ഡ്രഗ് കൊടുക്കുന്നത് കാരണം ഒരു നോസിസ് ചേഞ്ച് വരികയാണ് നോർമലി ഉണ്ടാവുക. സോ ഡിസ്റ്റിങ്ഷൻ പറയുവാണെങ്കിൽ ADR ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ABCD എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്രയും ഇവിടെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ADRനെ പറ്റി ചോദിക്കത്തില്ല. സോ ഇമ്പോർട്ടൻസ് ആണ്, ഡ്രഗ് സേഫ്റ്റി മാർജിനിലൊക്കെ ADRന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ക്ലാസിഫൈ ചെയ്യുന്നത് ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C. ഇനിയുണ്ട് കേട്ടോ, CDEF എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട് കേട്ടോ. ടൈപ്പ് A എന്ന് വെച്ചാൽ ഡോസ് റിലേറ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ഡോസ് എത്രത്തോളം കൊടുക്കുന്നു അതനുസരിച്ച് ADR ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒപ്പിയോട്സ് കൊടുക്കുവാണെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഇപ്പോൾ എക്സാമ്പിൾ മോർഫിനെ കൊടുക്കുവാണെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഡോസ് കുറയ്ക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറയും. അത്ര വലിയ സീരിയസ് അല്ല, ലെസ് സീരിയസ് ആണ്. ടൈപ്പ് B വെച്ചാൽ നോൺ ഡോസ് ഡിപ്പെൻഡ് ആണ്. നിങ്ങൾ 500 കൊടുത്തോ 10 കൊടുത്തോ 20 കൊടുത്തോ 30 കൊടുത്തോ ഒരു പ്രശ്നമേ അല്ല, നിങ്ങൾക്ക് പ്രശ്നം വരും. അൺപ്രഡിക്റ്റബിൾ ആണ്, പക്ഷേ ലെസ് ഫ്രീക്വൻ്റ് ആണ്. അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് വരികയും ചെയ്യും. സ്കിൻ റാഷസ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. സോ നെക്സ്റ്റ് വൺ ഇസ് ടൈപ്പ് C ആണ്, കണ്ടിന്യൂസ് എന്ന് പറയും. സോ ഡോസും ടൈം റിലേറ്റഡ് ആണ്. സോ ലോങ് ടേം യൂസ്, ഭയങ്കരമായിട്ട് അധികം നാൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ NSAID ഉപയോഗിക്കുവാണെങ്കിൽ റീനൽ ഫെയിലിയർ, ഗ്യാസ്ട്രിക് അൾസറൊക്കെ ഫോം ചെയ്യും, അതുപോലെ കേട്ടോ. സോ ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C. മിക്കവാറും ഒക്കെ ടൈപ്പ് Aയും ടൈപ്പ് Bയും തമ്മിൽ ക്ലാസിഫൈ ചെയ്തൊക്കെ എഴുതാൻ വേണമെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ് D. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഡിലേഡ്. സോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പറയുന്നേ ഉള്ളൂ. സോ എല്ലാം ഒന്ന് തന്നെ. ടൈപ്പ് ഡിലേഡ് ആണ്, പെട്ടെന്ന് വരത്തില്ല കേട്ടോ, കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിച്ച് പയ്യെ വരും കേട്ടോ. താൽഡോമൈഡൊക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ താൽഡോമൈഡ് ഉപയോഗിക്കുവാണെങ്കിൽ ഫോക്കോമയിലേക്ക് ഉണ്ടാവും. കുട്ടിക്കാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഓർഗൻസൊക്കെ. സോ താൽഡോമൈഡ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല, മോഷൻ സിക്നെസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. സോ ടൈപ്പ് E എൻഡ് ഓഫ് യൂസ്. നിങ്ങൾ എപ്പോൾ വിഡ്രോ ചെയ്യുന്നു അതോടെ തീർന്നു. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നു, ഭയങ്കരമായിട്ട് ഉറങ്ങി പോകുന്നു, എപ്പോൾ നിർത്തുന്നു അത് തീരും. F ഫെയിലിയർ ഓഫ് തെറാപ്പിയാണ്. അതായത് ഏതെങ്കിലും ഇന്നോഡിക്കേറ്റ് ഇൻഫർമേഷൻ ഇല്ലാണ്ടോ അല്ലെങ്കിൽ കൺസെപ്ഷൻ ഓഫ് ഡ്രഗ് ക്വാളിറ്റി. സോ ഏതെങ്കിലും ഡ്രഗിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണം തെറാപ്പി ഫെയിലിയർ ആവുന്ന രീതിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രിവെൻഷൻ ഓഫ് ADR. എങ്ങനെ ADR പ്രിവെൻറ്റ് ചെയ്യാം? നമുക്ക് ഡ്രഗ് സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, ഡോസ് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, പേഷ്യൻ്റ് ഹിസ്റ്ററി നോക്കുക, പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും ഡിസീസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നോ, ഡ്രഗ് ഇൻട്രാക്ഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സൈനർജിസ് ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ് വൺ ഇസ് പ്രോപ്പർ ടെക്നിക്ക്. സോ ആൻറ്റഗോണിസ് ഓർമ്മയുണ്ടല്ലോ. സോ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്ക് കൊടുക്കുക, മോണിറ്ററും ചെയ്യുക. സോ ഡിസമിനേഷൻ ഓഫ് അഡ്വേഴ്സ് എഫക്റ്റ്. സോ ഇൻറ്റൻസിറ്റി, എങ്ങനെയാണ്, എത്രത്തോളം ഇൻറ്റൻസീവ് ആണ് എന്നാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വേഴ്സ് എഫക്റ്റ് നോക്കുക. ഒരാൾക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ADR ആയിട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ആദ്യം ചോദിക്കും എത്രത്തോളം ഇൻറ്റൻസീവ് ആണ്, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ. മൈൽഡ് ആണെന്ന് വെച്ചാൽ എന്താണ്, മിക്കവാറും എന്താണ് റാഷസ് മൈൽഡ് അല്ലേ, ചെറിയ ചൊറിച്ചിൽ വന്നു. മോഡറേറ്റ് ആണോ, എന്താണ് ഭയങ്കര തലവേദന, റെസ്റ്റ്ലെസ്, ഇറിറ്റബിലിറ്റി, സിവിയർ, മരിച്ചിട്ടുണ്ടോ, അത്രയേ ഉള്ളൂ. സീരിയസ്നെസ്, അതായത് ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കലാണോ അല്ലയോ. പിന്നെ റിലേറ്റ്നെസ്, അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ഈവൻറ്റ് നമുക്ക് ഈ ഒരു ഡ്രഗ് കൊടുത്തത് കൊണ്ട് തന്നെയാണോ വന്നത് അല്ലയോ റിലേറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പെക്ട്നെസ്, നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റ് ചെയ്തതാണോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളത് ADR ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഒരു സിമ്പിൾ ചാപ്റ്റർ, വെറുതെ ക്ലാസ് കേട്ടിരുന്നാൽ പോലും മനസ്സിലാവാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ട് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ മതി, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.